ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വേറൊരു മിഡ് വീക്ക് ഇവക്ഷനും കൂടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിക്കുകയാണ്. ഇത് നാളത്തെ ലൈവിൽ അത് കാണിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ആരാണ് പുറത്തു പോകുന്നത്. എന്തായാലും ഷാനവാസും അനുവും അനീഷും നെവിനും പുറത്തു പോകാൻ സാധ്യത. കാരണം നെവിനും ഇപ്രാവശ്യത്തെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് നന്നായിട്ട് വോട്ട് കൂടുതലുണ്ട്. പിന്നെ അക്ബറും ഫൈനൽ 5ലേക്ക് ഉണ്ടാകും, ടോപ്പ് 5ലേക്ക്. പിന്നെ പോകാൻ ആകെ സാധ്യതയുള്ള നൂറയാണ്. കാരണം നൂറയുടെയും ആദിലയുടെയും കള്ളത്തരം എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ്. പിന്നെ മുകളിലിരിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന ഒരാളും കണ്ടതാണ്. നമ്മൾ വിതയ്ക്കുന്നതേ നമ്മൾ കൊയ്യുക ഉള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ സത്യമായിട്ടും അവരുടെ കള്ളക്കളി അത് അനുവിനെ പരമാവധി തേജോവധം ചെയ്ത് വ്യക്തിഹത്യ നടത്തി ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് അനു ചെയ്യാത്ത കാര്യം അനു ചെയ്തു എന്നും പറഞ്ഞ് പബ്ലിക്കിൻ്റെ മുന്നിലേക്കും മറ്റു വ്യക്തികളുടെ മുന്നിലേക്കും ഇട്ട് കൊടുത്ത് എങ്ങനെ നമുക്കൊരു മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യമില്ലേ? എങ്ങനെ ഒരു വ്യക്തിനെ നമുക്ക് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മളെപ്പോണക്കുള്ളൊരു മനുഷ്യനല്ലേ അത്? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ അസൂയകളുടെ തലപ്പത്ത് 2 കൊമ്പും വെച്ച് നിൽക്കുന്ന ഒരാൾ ഇന്നലെ പുറത്തായി. ഇന്ന് നാളെ രണ്ടാമത്തെ ആളും പുറത്താകുന്നതാണ്. എന്തായാലും നല്ല സൂപ്പറായ കാര്യമാണ്. നൂറയാണ് പുറത്തു പോയതെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹവും അതുതന്നെയായിരുന്നു. പ്രേക്ഷകരും അതുതന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. കള്ളത്തരം കാണിച്ച് എവിടെയാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ വേറൊരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ ഓർക്കണം, നമ്മൾ എഴുതി വിടുന്നത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ എന്താണേലും നാളത്തെ ലൈവിൽ കാണാം. ഏതായാലും ആദിലയും കൂടെ നമ്മുടെ ആദിലയുടെ അടുത്തേക്ക് നൂറ ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ കാത്തിരുന്ന് കാണാം. ടാറ്റ, ബൈ.